ബിഗ് ബോസ് സീസൺ 7 ആദ്യത്തെ ക്യാപ്റ്റൻ അനീഷാണ്. ശരിക്കും പറഞ്ഞാൽ അനീഷിൻ്റെ ക്യാപ്റ്റൻസി കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാണ്. ശരിക്കും അനീഷിനെ ആദ്യത്തെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നില്ല. കഴിഞ്ഞ സീസണിൽ അപ്സര ക്യാപ്റ്റനായിരുന്ന സമയം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്തടുക്കും ചിട്ടയോടെയാണ് കാര്യങ്ങൾ ചെയ്തത്. അത് വെച്ച് നോക്കുമ്പോൾ ഇയാളെ ആദ്യം പിടിച്ച് ക്യാപ്റ്റനാക്കിയത് എന്തിനാണെന്നങ്ങ് ചിന്തിച്ചു പോവുകയാണ്. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറയാം. രാവിലെ ബ്രഷ് ചെയ്യാൻ വന്ന സമയത്ത് അഭിലാഷുണ്ട്, നൂറയുണ്ട്, ആദിലയുണ്ട്, ബിന്നി സെബാസ്റ്റ്യനുണ്ട്, എല്ലാവരും ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോഴാണ് ആര്യൻ ഉറക്കത്തിൽ നിന്നിട്ട് രാവിലെ അവിടേക്ക് വന്നത്. അപ്പോൾ ഉറക്കമുണർന്ന് ആദ്യം വരുമ്പോഴെല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. അപ്പോഴാണ് അഭിലാഷ് ഉടനെ പറയുകയാണ്, ആര്യനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഗുഡ് മോർണിംഗ് പറയില്ല, ആര്യനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യില്ല എന്നൊക്കെ. അപ്പം അഭിലാഷ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ പറഞ്ഞെന്നു എന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം എന്നിങ്ങനെ ആര്യൻ പറഞ്ഞു എന്ന് പറയുന്നു. അതുകൊണ്ട് മാത്രം അഭിലാഷ് അയാളെ റെസ്പെക്റ്റ് ചെയ്യില്ല എന്നാണ് അഭിലാഷ് പറഞ്ഞത്. അപ്പോഴാണ് അവിടേക്ക് ഒരാവശ്യമില്ലാതെ അനീഷ് ഇടിച്ചു കയറി വരുന്നത്. എന്നിട്ട് അയാൾ പറയാം, എല്ലാവർക്കും സുപ്രഭാതം 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 എന്നിങ്ങനെ പറയാം. ഗുഡ് മോർണിംഗ് പറയില്ല, ഞാൻ സുപ്രഭാതം എന്നേ പറയുള്ളൂ, ഞാൻ മലയാളമേ പറയുള്ളൂ. പിന്നെ കുറേ ഷോയും. അപ്പോൾ ബിന്നി കയറി കേൾക്കുന്നുണ്ട്, അതെന്താ ഇംഗ്ലീഷ് പറഞ്ഞാൽ മലയാളത്തിലേ പറയത്തോളോ എന്നിങ്ങനെ ചോദിച്ചു. പിന്നീട് അവിടെ അങ്ങ് സുപ്രഭാതത്തിൻ്റെ പേരിൽ ബഹളമായി. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അനീഷിനെ ചുറ്റിപ്പറ്റി. അപ്പോഴുണ്ട് ശരത്ത് കയറി ഇടയ്ക്കൂടെ കയറി ഉടക്കുന്നുമുണ്ട്. അനീഷ് ഇങ്ങനെ അവിടെ കിടന്നങ്ങ് ഷോ കാണിക്കുകയാണ്, സുപ്രഭാതം സുപ്രഭാതം എന്ന് പറഞ്ഞ് അവിടെ കിടന്നങ്ങ് ഓടുകയാണ്. അതിൻ്റെ പുറകെ ബാക്കി എല്ലാവരും കൂടെ കിടന്ന് ഓടുക. ആദിലയുണ്ട്, നൂറയുണ്ട്, ബിന്നി സെബാസ്റ്റ്യനുണ്ട്, പിന്നെ മുൻഷി രഞ്ജിത്തുണ്ട്. ഈ അനീഷ് കാണിക്കുന്ന കോപ്രായത്തിൻ്റെ കൂടെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് തുള്ളുവാങ്ങ്. എന്തിനു വേണ്ടിയാണെന്നറിയത്തില്ല. ആ സമയത്ത് അനീഷിനെ കാണുമ്പോഴോ അയ്യോ സഹിക്കാനേ വയ്യ. ഒരു ക്യാപ്റ്റൻ കാണിക്കുന്ന വേലകളാണോ ഇതൊക്കെ? ഒരച്ചടക്കവുമില്ല. ഈ അനീഷിനെ പിടിച്ച് ആദ്യത്തെ ക്യാപ്റ്റനാക്കിയ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അനീഷിനെ പിടിച്ച് ആദ്യത്തെ ക്യാപ്റ്റനാക്കേണ്ടിയിരുന്നില്ല. അനീഷിനെ തന്നെ ആദ്യത്തെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക. അനീഷ് ക്യാപ്റ്റനായിരിക്കാൻ യോഗ്യനാണോ? ആദ്യത്തെ ക്യാപ്റ്റനാകാൻ അതിനകത്ത് യോഗ്യതയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവരുടെയൊക്കെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ സംഭവം രാവിലെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അനീഷ് വെറും അലമ്പാണ്, വെറും അലമ്പ്.